പ്രയർ തുടങ്ങിക്കോളൂ കേട്ടോ. ആരെ പ്രയർന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താജുനിസ് വന്നിട്ടില്ല. താജുനിസ് ആണല്ലോ പ്രയർ. Good morning or sorry, good afternoon all. ഒരു അറബിക് പ്രയർ ആട്ടോ ചൊല്ലുന്നത്. ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هيادا نحن عبادك يا إلهنا ارحمنا ربنا واغفر ذنوبنا ثبت قلوبنا يا إله على دينك نجنا وانصرنا من كل آفات أنت مجيب الدعوات ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هيادا نحن عبادك يا إلهنا. Okay. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. താജുവിന് പറ്റിയതുപോലെ എനിക്ക് ഗുഡ് മോർണിംഗ് വന്നു. ഓക്കെ, താജുനിസ ആലംദീലനായി സെയിം ആണോ? അതിന്റെ ട്രാൻസ്ലേഷൻ ഇതാണോ? എന്ത് മാം? ഇപ്പൊ ചെല്ലിയ പ്രയർ ഇല്ലേ, അറബിക് പ്രയർ, അത് തന്നെയാണോ? ആലംദീലനായി കാരുണ്യ, അങ്ങനെ ഒരു പ്രയർ ഉണ്ടല്ലോ, സെയിം ആണോ? ആണെന്നാ തോന്നണേ. ഇതിപ്പോ നമ്മള് അറിവ് പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇത് പറയാണ്. ട്രാൻസ്ലേഷൻ അറിയോ? എന്താ മീൻ ചെയ്യുന്നത്? ഇതാണോ? അറിവിനെ കുറിച്ചാണോ? അറിവിനെ കുറിച്ചാണ് പറയുന്നത്. രമ്യ എന്തോ പറയാൻ വന്നല്ലോ, പ്ലീസ്. രമ്യ എന്തോ പറഞ്ഞു, ജോൺ എന്തോ പറഞ്ഞു. ഓക്കെ ഫൈൻ, പ്ലീസ്. നീ ആരാ? സൈൻ ഇൻ മിസ്. ഒരു കഥയാണ്. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരമറിയാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം, വസ്ത്രം ഇവയൊക്കെ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇവയൊന്നുമില്ലാത്ത കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ഓലമേഞ്ഞ കൊച്ചു കുടിലിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതിരുന്ന കുട്ടന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് അവന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗും ബുക്കും ചെരുപ്പും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ട അമ്മയ്ക്ക് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാപ്പു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ മഹാധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാപ്പുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാപ്പു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാപ്പു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാപ്പു കുട്ടനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി. വീട് കണ്ടതും കുട്ടൻ അമ്പരന്നു. കുട്ടൻ വാതിൽ തുറന്നതും ഞെട്ടിപ്പോയി. എന്താണെന്നോ? കുട്ടന്റെ മുമ്പിൽ ഒരു വലിയ പട്ടിക്കുട്ടി. അതിൻ്റെ മുമ്പിൽ ഒരു വലിയ പാത്രം നിറയെ ഭക്ഷണം. ഇത് കണ്ടതും കുട്ടന്റെ വായിൽ വെള്ളം നിറഞ്ഞു. ഒരിക്കൽ സ്കൂളിലെ ടീച്ചർ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാപ്പുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി.
ഇതു കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധിക നേരം ഉണ്ടായിരുന്നില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ച് ഉയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലെത്താൻ സാധിക്കൂ. കുട്ടന്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം. സൈനിങ് ബൈ അർച്ചന. സോ ടച്ചി ഗോപിയുടെ ഒരു മെസ്സേജ് കണ്ടു. നമ്മുടെ അതെ മാം, പ്രസിഡന്റ് KR KR നാരായണൻ നാരായണന്റെ ജീവിത ചരിത്രത്തില് ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നപ്പോ ഇത് സെയിം ഇത് തന്നെയാണ്. അങ്ങനെയാണ് അവിടുത്തെ പട്ടിക്കുട്ടി ആവണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മളത് ചിന്തിച്ചോളൂ, നമുക്ക് ഒരേ ഒരു മലയാളി പ്രസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയില്. അത് നമ്മുടെ KR നാരായണനാണ്. കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് അദ്ദേഹം ജനിച്ചത്. എനിക്ക് എവറി ഡേ ഇതുപോലുള്ള എമിനന്റ് പേഴ്സൺസ് അവര് റിയൽ ഹീറോസിന്റെ കഥകൾ ശരിക്കും നമുക്ക് കുട്ടികളെ റിയൽ സ്റ്റോറീസുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. റിയൽ ഹീറോസിന്റെ സ്റ്റോറി ഇതുപോലുള്ള കഥകൾ അവരോട് പറഞ്ഞു കൊടുക്കുക. ഫാന്റസിയെക്കാളും ഇതായിരിക്കും നല്ലത് എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്. സോ എവറി ഡേ യു ക്യാൻ ഡു ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് റിയൽ ഹീറോ സ്റ്റോറി, എനി എക്സ്പീരിയൻസസ് ഓഫ് ഏതെങ്കിലും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, പ്രത്യേകിച്ചും അഡോളസൻസ് ഗ്രൂപ്പിന്റെ അടുത്ത് പറയാറുണ്ട്. കാരണം ചില കാര്യങ്ങൾ ചിലർക്ക് വാല്യൂ തോന്നാറില്ല കുട്ടികൾക്ക്. സംഭവം അവരങ്ങനെ ആയി പോകുന്നതാണ് ഈ അഡോളസൻസ് ആകുമ്പോഴേക്കും. എനിക്ക് തോന്നുന്നു ലൈക്ക് തോട്ട് ഫോർ ദ ഡേ ഉണ്ട് തോന്നുന്നു അല്ലെ. ഇനി ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഇത് കേട്ടപ്പോ എനിക്ക് അതൊന്ന് പറയണം തോന്നി. പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏത് ക്ലാസ്സിൽ ഏതാ പറഞ്ഞതെന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കാറില്ല. ഇതെനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ എടവനക്കാട് ഒരു സ്കൂളിൽ പോകും. എടവനക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. വൈപ്പിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു കോസ്റ്റൽ ഏരിയ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കോസ്റ്റൽ ഏരിയയിൽ നിന്നാണ് വരുന്നത്. മിക്കവരുടെയും പാരന്റ്സ് ഫിഷർമെൻ ഒക്കെ ആയിരിക്കും. ഡ്രൈവേഴ്സ്, ഫിഷർമെൻ, ആ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കൂടുതൽ. ഇവരെ ഞാൻ 8ാം ക്ലാസ് തുടങ്ങിയ കുട്ടികളുടെ കൂടെ ഉണ്ട്. ഇപ്പൊ അവർ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് ആയിട്ട് ഞാൻ സാറ്റർഡേസിലാണ് പോകുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പോകും. ആ കുട്ടികളുടെ കൂടെ ആയിരിക്കും കുറെ സമയം. അങ്ങനെ ഞാൻ ഒരു ദിവസം എടവനക്കാടേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറവൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടുള്ള ബസ്സിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു മോനെ കണ്ടു. മേ ബി ഒരു 12-13 വയസ്സുണ്ടാവുമായിരിക്കും അവന്. ഒരു 7ാം ക്ലാസ്, ആ ഒരു 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായമായിരിക്കും. എനിക്ക് അവനെ കുട്ടികളെ കണ്ട പൊതുവെ ശ്രദ്ധിക്കും. അവനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം പറവൂർ ഏരിയയിൽ അന്ന് എന്തോ സ്കൂളില്ല, എന്തോ ഒരു കാരണം കൊണ്ട്. പക്ഷെ എടവനക്കാട് സ്കൂളിൽ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. ഞാൻ ഈ മോന്റെ അടുത്ത് ബസ് വരാൻ വൈകുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്ത ബസ്സിന് സമയമുണ്ട്. എനിക്കും സമയമുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ ഇറങ്ങിയത്. ഞാൻ ഈ മോന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മോൻ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അമ്മയെ കാത്തു നിൽക്കുക, അമ്മ ജോലി കഴിഞ്ഞ് വരുന്നത് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു. ഉച്ച സമയമായിട്ടോ. എനിക്ക് അവിടെ 2:30ക്കാണ് അവിടെ സെഷൻ. 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല ഒന്നും കഴിച്ചില്ല, അമ്മ വന്നിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ എവിടെയാ ജോലിക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഒരു വീട്ടില് ജോലിക്ക് പോകുന്നതാണ് അമ്മ, അച്ഛനില്ല ഈ മോന്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അമ്മ വരാൻ വൈകുമായിരിക്കുമല്ലോ, കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഈ മോൻ പറഞ്ഞു, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്കിപ്പോ അവനോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞു കൊടുത്ത ആ വാക്കുകൾ അവന് ഭയങ്കര വാല്യൂസ് ആവുമായിരുന്നു. അവന്റെ ഉള്ളിൽ എനിക്ക് അവനോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നാ കഴിക്കാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവൻ അമ്മയ്ക്കുള്ളതും കൂടെ ഞങ്ങള് പാഴ്സൽ ചെയ്ത് വാങ്ങി. അവന്റെ അമ്മ വന്ന് വീട്ടിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് കഴിക്കാൻ. അങ്ങനെ ഞാൻ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചാൽ അവനെ വിഷമിപ്പിച്ചില്ല. അപ്പൊ അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അപ്പൊ ഞാൻ ഈ പോകുന്ന വഴി മുഴുവൻ ഈ മോനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പം ഓരോ ദിവസവും ഞാൻ ഓരോ തീം,
വച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ കുട്ടികളെ ഒത്തിരി ഡിസോർഡറാണ്. അന്ന് അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുക, 10th ഒത്തിരി ഡിസോർഡറാണ് പല കാര്യങ്ങളിലും. ഒരു ലക്ഷ്യമില്ല, ഒന്നിനും ഫോക്കസ് ഇല്ല. ഒരുവിധം ഇപ്പോഴത്തെ മിക്ക കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നം. ടീച്ചർമാരെ ഉപേക്ഷിച്ച ഒരു ഗ്രൂപ്പുമാണല്ലോ. അപ്പം അവരിലേക്ക് ഇങ്ങനെ നമുക്ക് അവരെ പിടിച്ചിരുത്തി ഒരു ക്ലാസ് കൊടുക്കുക അങ്ങനെയൊന്നും. പക്ഷെ ഇഷ്ടമാണ് അവർക്ക്, എന്റെ ക്ലാസ്സിൽ അവരിയ്ക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പലതും ഇവരുടെ ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഈ കാര്യം അവരോട് ഷെയർ ചെയ്തു. അവർ പിന്നെ അവർക്കുണ്ടായ മാറ്റം ഭയങ്കര കൂടുതലായിരുന്നു. ഭയങ്കര സൈലന്റ് ആയി. നമ്മളവിടെ അവർക്ക് റിഫ്രഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ അവർ ഒട്ടും ആ കിട്ടുന്ന ഭക്ഷണം, അതൊരു കഷ്ണം ബിസ്ക്കറ്റ് ആണെങ്കിലും അവര് ഒട്ടും അത് ശ്രദ്ധിക്കുന്നില്ല. കുറെ പൊടിഞ്ഞ് താഴെ പോകുന്നു, അങ്ങനെയൊക്കെ കുറെ ബാക്കി വേസ്റ്റിലിടുന്നു. പക്ഷെ പിന്നെ അതിനുശേഷം അവരുടെ രീതികളൊക്കെ മാറി. അവര് അത് നല്ല പോലെ തന്നെ ഒട്ടും അവർ വേസ്റ്റ് ചെയ്തില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് എന്റെ വയലും കൊണ്ട് വെച്ച് തരും. അങ്ങനെയൊക്കെ ചെയ്ത് അവരിലൊരു മാറ്റം വന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ പറയില്ലേ, ചെറിയ കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് കൊടുത്തിട്ട് കാര്യമില്ല. നീ സത്യം പറയണം, കള്ളം പറയരുത്. നമ്മൾ കാണിച്ചു കൊടുക്കണം. ഹൗ ടു ഷോ ദം. നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക പല കാര്യങ്ങളും. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവര് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. 8ാം ക്ലാസ്സിലെ കുട്ടികളിൽ അഡോളസന്റ് ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ് തന്നെയാണ്. കാരണം അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു പ്രായം തന്നെയാണ് 9ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അവരിൽ മീൻസ് എന്റെ മോനും ഇപ്പൊ 9th അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവരിൽ ആ ഒരു ഇന്റർവെൻഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പല പല രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ വീടുകളിലും ഉണ്ടായിരിക്കും ഈ ഒരു ഏജിൽ വരുന്ന കുട്ടികൾ. അപ്പൊ അവർക്ക് നമ്മള് കുറെ ഉപദേശിച്ചുകൊണ്ടോ, അഡ്വൈസ് എന്നുള്ള കാര്യം ഞാൻ പണ്ടേ കൊടുക്കാറില്ല. അങ്ങനെ ഉപദേശിച്ചുകൊണ്ടോ ഉള്ള കാര്യമൊന്നുമില്ല. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അന്ന് ഉണ്ടായി. അത് അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ കുട്ടികളിലുണ്ടായ മാറ്റം വളരെ കൂടുതലായിരുന്നു. ഒരു 2-3 വീക്സിന് മുമ്പ് അവരെന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 10th ആയപ്പോഴേക്കും ക്ലാസ് കുറഞ്ഞു. എനിക്ക് അവിടെ ക്ലാസ് കിട്ടുന്നത് കുറഞ്ഞു. അതായത് വേറൊന്നുമല്ല, 10th ആകുമ്പോഴേക്കും സ്കൂളിന്റെ ക്ലാസ്സുകൾ കൂടി, സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കാൻ തുടങ്ങി സാറ്റർഡേസ് മുഴുവനും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വൺസ് ഇൻ എ മന്ത് ഒക്കെ ആയി പോകുന്നത്, കുട്ടികളെ കാണാൻ പോകും. അപ്പൊ അവരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു ദിവസം അവർ വന്നു, ഒരു ഫുൾ ഡേ അവർ വീട്ടിലുണ്ടായിരുന്നു, ഒരു സൺഡേ. പറയാതെ കുട്ടികൾ തന്നെയാണ് നമ്മുടെ അസെറ്റ്. നിങ്ങളും എനിക്ക് കുട്ടികൾ തന്നെയാണ്, നിങ്ങളും തന്നെയാണ് എന്റെ അസെറ്റ്. ഓക്കെ പ്ലീസ്. ആൻഡ് സോറി, സൈൻ ഇൻ ഉണ്ടല്ലേ, സൈൻ ഇൻ ഔട്ട് ഓഫ് ദ ഡേ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. മുന്തിരികൾ ഞെക്കിപ്പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല. പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കുക. കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. ഡോക്ടർ APJ അബ്ദുൽ കലാം. Taught by Ansumol. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കാം? വേറെ മെന്റൽ ഹൈജീൻ എടുക്കുമായിരുന്നു മാം. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്തിട്ടോ. മാം, കുട്ടികളെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ മോളെ കൂടെ LKG പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു. കുഞ്ഞിന് പനിയായിരുന്നു. പനി കൂടി പിന്നെ എന്താണ് ഷുഗർ ഹൈ ലെവലായി 600 സംതിങ് വന്നു. എന്നിട്ട് 4.5 വയസ്സായിട്ടുള്ളൂ കുഞ്ഞിന്. ഷുഗർ ഉള്ള കുട്ടിയാണോ? മീൻസ് ഡയബറ്റിക് ആണോ? അറിയില്ല, ഒരാഴ്ചയായി കുഞ്ഞിന് ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടുകാരത്ര ശ്രദ്ധിച്ചില്ല എന്നാ തോന്നണേ. ഭയങ്കര ഒരു സങ്കടകാരം. മോളാണോ? ആ, മോളാണ്. നസ്രിയ നിസാം എന്ന് പറഞ്ഞിട്ട്. കരുനാപ്പള്ളി തന്നെയാണോ? അവിടെ തന്നെയാണോ? കരുനാപ്പള്ളി ഇവിടെ പനന്നാർകാവ് അമ്പലല്ലേ, അവിടാണ് ആ സ്കൂള് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ കുഞ്ഞിന്റെ വീടും. ശരി. അപ്പം കുഞ്ഞ് ഒരുപാട് മധുരം കഴിക്കുന്നു പറഞ്ഞിട്ട്, പഞ്ചസാരൊക്കെ ഒരുപാട് ഡെയിലി പഞ്ചസാര കഴിക്കുന്നൊക്കെ പറയുന്നു. എന്താ നമുക്ക് സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഷുഗർ നോക്കിയപ്പോ 600 സംതിങ് വന്നാണ്. തലച്ചോറിന്റെ അടുത്ത നരമ്പൊക്കെ പൊട്ടിപ്പോയി എന്നാണ്. മേ ബി ആ കുട്ടിക്ക് ബൈബാത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു കാണും, ഡയബറ്റിക്കിന്റെ. കാരണം ദിവസവും മധുരം കഴിച്ചാൽ അങ്ങനെ ഡയബറ്റിക് ആവും.
എന്താ അറിയില്ല. ദിവസം മധുരം മധുരം കുറയ്ക്കുക, പക്ഷെ അങ്ങനെ മധുരം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഡയബറ്റിക് ആവുന്നത് അല്ലല്ലോ. ഡയബറ്റിക് അങ്ങനെയാണല്ലോ. പിന്നെ പഞ്ചസാര കഴിവതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാരയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷം എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കും അതാ തോന്നുന്നത്, വല്ല പാൻക്രിയാസിന് എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടിയായിരിക്കും. കാരണം ഈ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന അത് പാൻക്രിയാസ് ആണല്ലോ ഹോർമോൺ. അപ്പോ പാൻക്രിയാസിന് എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടിയായിരുന്നു കാണും. അതായിരിക്കാം ഇത്രയൊക്കെ ഹൈ 4.5 വയസ്സിൽ 600 ഒക്കെ ആകുമ്പോഴത്തേക്കും. അത് ഞാനും അവിടെ അടുത്താണ് കേട്ടോ, പനയനാറ്. ഞാൻ കൊല്ലത്താണ്, പക്ഷെ എന്നാലും എന്റെ ഒരു അച്ഛനും അമ്മയും താമസിക്കുന്നത് പതാരമാണ്. അപ്പൊ അതുവഴിയാണ് പോകുന്നത്. പനയനാറ് ക്ഷേത്രത്തിൽ വഴി കൂടെയാണ് പോകുന്നത്. രണ്ടിനും അടുത്താണല്ലോ. അതെ. കുട്ടിയൊക്കെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുന്നുണ്ട്. ഈയിടെ എൻ്റെ കുട്ടിക്ക് പനിയായിരുന്നു ഒരാഴ്ചയായിട്ട്. അപ്പം ഞാൻ ആശുപത്രി കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം അവിടെ ഡോക്ടേഴ്സും പറഞ്ഞു ഇപ്പം ഷുഗർ ലെവൽ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഷുഗറിന്റെ അളവ് പെട്ടെന്ന് കൂടിയിട്ട് മരണം സംഭവിക്കും. അപ്പം നമുക്ക് കുട്ടിയുടെ ഷുഗർ ലെവൽ ഒന്ന് നോക്കണം എന്നും പറഞ്ഞ് എൻ്റെ കുട്ടിയുടെ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവന്റെ നോർമൽ ആയിരുന്നു. അപ്പൊ ഞാൻ തന്നെ അത് അതിശയപ്പെട്ടു. ഇത്രയും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോ സാറാണ് പറഞ്ഞത്. ഇപ്പൊ അല്ല മിസ്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മധുരത്തോട് ഇത്തിരി താല്പര്യം കൂടുതലാണല്ലോ. ക്രീം ബിസ്ക്കറ്റ് ആണെങ്കിലും ഇപ്പൊ ഒരു പാക്കറ്റിൽ നമ്മൾ 2 എണ്ണം കൊടുത്താലൊന്നും അവർ തൃപ്തിപ്പെടുന്നില്ല. ആ പാക്കറ്റ് ഫുള്ളും ഒറ്റയടിക്കൊക്കെ കഴിച്ചു തീർക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കൊച്ചു കുട്ടികൾക്ക് ആകുമ്പോഴത്തേക്കും. ആരുടെങ്കിലൊക്കെ മുമ്പിലാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കുട്ടികൾ ആ ഒരു ചാൻസ് മുതലാക്കി മാക്സിമം ഇപ്പൊ കാണുന്ന മിക്ക കുട്ടികൾക്കും ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വീറ്റ്സിനോടാണ് കൂടുതലും കമ്പം ഉള്ളത്. അത് പല ഡോക്ടേഴ്സും പറയുന്നുണ്ട്. അതിപ്പം ചെറിയ കുട്ടിയൊക്കെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ന്യൂസിലുണ്ടായിരുന്നു ഒരു 16 വയസ്സുള്ള ഒരു കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. കാരണം അവരുടെ ഈ ജങ്ക് ഫുഡിന്റെ തീറ്റയും ലേസ് അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ അകത്ത് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. മെയിനായിട്ട് അതൊക്കെ നിർത്തലാക്കിയാല് നമുക്ക് രക്ഷപ്പെടാൻ. ക്രീം കേക്കിനോടും അവർക്ക് ഭയങ്കര കമ്പമാണ്. ക്രീം കേക്കിനോട് ഒരു ബർത്ത്ഡേ വന്നാലും കേക്ക് അവര് തന്നെ ഇങ്ങനെ പറയാം. എന്നിട്ട് ഇങ്ങനെ ക്രീമാണ് അവർ കൂടുതലും കഴിക്കുന്നത് കേക്കിനെക്കാട്ടി. അതൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ക്രീം കേക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യണമെന്ന്. കാരണം അതിൽ ചേർക്കുന്ന കളർ ഇപ്പം ഓരോരുത്തർക്ക് ഈ കാർട്ടൂണിന്റെ ബേസിലുള്ള കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പിന്നെ കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. നമ്മളിതെല്ലാം പഠിച്ചത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം തോന്നുന്നു കേക്ക്. ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഈ ടിവിയിലും ഇതിലൊക്കെ കാണുമ്പോഴത്തേക്ക് അട്രാക്ഷൻ അതിലാണല്ലോ പോകുന്നത് കൂടുതൽ. അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് കളർഫുൾ ആയിട്ട് ഓരോ സാധനങ്ങൾ ഇറക്കുന്നത്. അതെ അതെ. ഓക്കെ, എന്തായാലും വളരെ സങ്കടപരമായ അവസ്ഥ താജു. അവർക്ക് അവരുടെ ഫാമിലിക്ക് അതൊന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പിന്നെയൊക്കെ എന്തായാലും എനിക്ക് ഇവിടെ മധുരം കഴിക്കുന്ന ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്ന കുട്ടി ഞാനാണ് കേട്ടോ. എന്റെ മക്കൾ അത്രയും കഴിക്കാറില്ല. പിന്നെ ഞാൻ അങ്ങ് കൺട്രോൾ ചെയ്യുക. ഒന്ന് പണ്ടൊക്കെ വാങ്ങിച്ചു കഴിക്കായിരുന്നു. പിന്നെ അങ്ങനെ വാങ്ങിച്ചു കഴിക്കലില്ല. ഇവിടെ നിന്ന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അത്രയും കുറയ്ക്കുന്നുണ്ട്. പക്ഷെ എന്റെ അമ്മ അതുപോലെ തന്നെയാണ്. അമ്മയ്ക്ക് പായസം ഭയങ്കര ക്രേസ്. എത്ര പായസം കുടിക്കാനും അമ്മയ്ക്ക് വിഷമമില്ല. പക്ഷെ അമ്മ 70+ ആയിട്ടോ. അമ്മയ്ക്ക് ഷുഗർ ഇല്ല, എന്തോ ഭാഗ്യം. പക്ഷെ അമ്മ ഇപ്പോഴും നല്ലപോലെ മധുരം കഴിക്കും. ഈ ചായക്കൊക്കെ ഭയങ്കര മധുരം വേണം. എന്നേക്കാൾ കൂടുതൽ മധുരം കഴിക്കുന്ന വ്യക്തി എന്റെ അമ്മയാണ്. അല്ല മിസ്, അവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ ആരോഗ്യമാണ്. പക്ഷെ നമുക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഈ മെൻസ്ട്രൽ പീരീഡ്സ് ഒക്കെ നിൽക്കുമ്പോഴാണ് ഓരോ അസുഖങ്ങളും തലമുക്കി വരുന്നത് തന്നെ. ഞാൻ ഓർക്കുന്നു 45 വരെയൊക്കെ ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും 47 കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എനർജി ലെവലൊക്കെ അങ്ങ് കുറഞ്ഞു. മറ്റേത് കണ്ടിന്യൂസ് ഫുൾ ഡേ ക്ലാസ് എടുക്കാനും നിന്നിട്ട് ക്ലാസ് എടുക്കാനും ഒന്നും പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. പുറത്തു പോയി ക്ലാസ് എടുക്കുമായിരുന്നേ. അപ്പൊ നമ്മൾക്ക് ഭക്ഷണോ വെള്ളമോ ഒന്നും വേണമെന്നില്ല. നമ്മള് ആ ഒരു എനർജിയിൽ അങ്ങ് എടുക്കും. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. 1 hour ക്ലാസ് എടുത്ത് എനിക്കൊരു 10 minutes ബ്രേക്ക് ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ആകെ നമ്മുടെ എനർജി ഡൗൺ ആയി പോകും. അപ്പൊ ആ ഒരു പ്രായത്തിന്റെയും ആ ആരോഗ്യത്തിന്റെ വ്യത്യാസമൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ചുറ്റുപാട് നമുക്ക് എത്തപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ എല്ലായിടും ശരിയാവുമായിരിക്കും.
ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ പറഞ്ഞത്? അതെ മാം. ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് എടുത്തിരുന്നോ? ഫസ്റ്റ് എയ്ഡ് അപർണ മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡ് അല്ല, നിങ്ങൾക്ക് ഇല്ലാത്തൊരു ടോപ്പിക് ഞാൻ എടുക്കും. അത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കൂടിയാണ് എടുക്കുന്നത്. മാം സൈക്കോളജി ഫസ്റ്റ് എയ്ഡ് എടുക്കുമെന്ന് പറഞ്ഞു, ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. കഴിയുമ്പോ ചെയ്യാനാണ്. ഓക്കെ, നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായോ അതോ തുടങ്ങിയിട്ടേ ഉള്ളോ? മ്യൂട്ടാണേ. കുറച്ച് ദിവസമായി. മാം കുറെ മറ്റേ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് മുന്നിൽ വന്ന 2-3 കേസസ് അല്ലേ? അതെ അതെ. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ ഫൈൻ. പിന്നെ മിസ്സേ പ്രോ ആൻഡ് കോയുടെ ഡെഫിനേഷനും കൂടി എടുക്കാനുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് ആദ്യം തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഹസ്ന എന്തോ ആഡ് ചെയ്തിരുന്നല്ലോ, എന്തായിരുന്നു ഹസ്ന? ഹസ്ന എന്തോ പറയുന്നു? നോ മാം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, എന്തോ പറയണ പോലെ തോന്നി. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. നമ്മള് നമ്മുടെ ലൈഫിൽ ഇതിന് കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി നമ്മുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ കേട്ടോ. മേ ബി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ നൈബർഹുഡിലുള്ളവരാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ, എല്ലായിടത്തും ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് പിന്നീട് അയ്യോ ഞാൻ അന്ന് അവരെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊരു ഗിൽറ്റി ഫീലിങ്ങോടുള്ള തോട്ട് നമുക്ക് വരരുത്. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് പറവൂര് വന്ന അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഈ പഴം, അതായത് നമ്മുടെ ഏത്തപ്പഴം ചെറുപഴം ഒക്കെ ഉണ്ടല്ലോ, ഇത് മാത്രം വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. പോസ് എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അത് തന്നെയാണെന്ന് തോന്നുന്നു ആളുടെ പേര്. പറവൂരൊരു നമ്പൂരിച്ചൻ ആലെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ജംഗ്ഷൻ പോലെയുണ്ട്. അവിടെയായിരുന്നു ആളുടെ ഈ ഉന്തുവണ്ടി ഇല്ലേ, അതായിരുന്നു. അപ്പൊ ചെല്ലും കുറെ ഇങ്ങനെ സംസാരിക്കും. ആ നമ്പൂരിച്ചനാലിന്റെ അവിടെ അവരിങ്ങനെ ഒരു ഉത്സവം പോലെയൊക്കെ നടത്തും കേട്ടോ. വിളക്കൊക്കെ വെക്കും വൈകിട്ട്. അപ്പൊ പുള്ളി അതിൽ ഭയങ്കര ഒരു ആക്റ്റീവ് മെമ്പറാണ്. അവിടെ വിളക്കൊക്കെ വെക്കും. അങ്ങനെ ഏതോ ഒരു സമയത്ത് അവര് ചെറിയൊരു എന്താ പറയാ ഒരു അന്നദാനം ഊണ് പോലെയൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു അടുത്ത ദിവസമാണ് അത്, അതിന് തീർച്ചയായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കന്ന് പോകാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കണ്ടപ്പോഴേക്കും പുള്ളി ചോദിച്ചു എന്ത് പരിപാടിയെ കാണിച്ചു, എന്താ വരാതിരുന്നൊക്കെ ചോദിച്ചു. കുറെ ഇങ്ങനെ സംസാരിക്കും, വേറെ ഒന്നുമില്ല, കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കും, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാൻ എപ്പ പറവൂർ ടൗണിൽ ചെന്നാലും ആളുടെ അടുത്ത് നിന്നായി പഴം വാങ്ങും. അങ്ങനെ ഞാൻ ഒരു ദിവസം പഴം വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ആ ഉന്തുവണ്ടി അങ്ങനെ ഇരിക്കും, ഷീറ്റിട്ടൊക്കെ മറച്ചിട്ടിരിക്കും. അപ്പൊ അതിന്റെ അടുത്തായിട്ട് ഇങ്ങനൊരു ചെറിയൊരു എന്താ പറയാ, നമ്മള് ഒരു ഈ ലൈക്ക് ഷീറ്റിനകത്ത് ആളുടെ ഫോട്ടോയും ആദരാഞ്ജലികൾ എന്നും പറഞ്ഞു കൊടുത്തിരിക്കും. എനിക്ക് ആകെ ഭയങ്കര ഒരു പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. ഇന്നലെ കൂടി ഞാൻ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആള്, ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ആള്, പെട്ടെന്ന് അയാൾക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചു. അപ്പൊ ഏജും കൊടുത്തിട്ടുണ്ട്, 52 അങ്ങനെ എന്തോ ഒരു ഏജ് ആണ്. അപ്പൊ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 years ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് കടയിൽ ഒരു പേപ്പർ മാർട്ട് ഉണ്ട്, അവിടുത്തെ പയ്യനെ നല്ല പരിചയം. അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, മഹേഷ് എന്ത് പറ്റി, ആൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സൂയിസൈഡ് ചെയ്തതാണ്. കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായി. ഇപ്പൊ ഞാൻ ചോദിച്ചു അതെന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഫാമിലി എങ്ങനെയാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഫിനാൻഷ്യലി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, 2 പെൺകുട്ടികളാണ്, 2 പേരെയും നല്ലപോലെ കല്യാണം കഴിച്ചു, സ്വന്തമായി വീടുണ്ട്, കുറെ സ്ഥലമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം വീടിന്റെ മുറ്റത്തോ കുറച്ച് മാറി പറമ്പിലോ എന്തോ ഉള്ള ഏതൊരു മാവിലോ പ്ലാവിലോ പുള്ളി ഹാങ് ചെയ്യുമായിരുന്നു. എനിക്കിത് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമം. അപ്പൊ ഞാൻ മഹേഷിനോട് ഒരു മഹേഷ് ഒന്ന് കാര്യം അറിയാണെങ്കിൽ എന്നോടൊന്ന് പറയണേ. എനിക്ക് അങ്ങനെ ഒരു മനസ്സമാധാനക്കേട്, എന്തുകൊണ്ട് ആൾ അങ്ങനെ ചെയ്തു എന്നുള്ളത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അതേ പോയപ്പോ ഞാൻ അവിടെ കയറിയപ്പോ മഹേഷിനോട് ചോദിച്ചപ്പോ മഹേഷ് എന്നോട് പറയായിരുന്നു അയാൾക്ക് ഇങ്ങനെ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തു അത്രേ. ക്യാൻസർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അറിഞ്ഞതേ പുള്ളി പോയി ഹാങ് ചെയ്തു.
മേ ബി ട്രീറ്റ്മെന്റിന് പോകാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിന്റെ മറ്റു ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടോ ആയിരിക്കാം മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവേണ്ട, ഒരു ബുദ്ധിമുട്ടാകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എപ്പോഴും ഞാൻ ഓർക്കും പുറകോട്ടാണ്ട് പോകുമ്പോൾ കുറേ നാള് ആ വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമൊക്കെയാണ്. കാരണം ചില സമയത്ത് എനിക്കൊരു മൂഡ് സ്വിങ് കാരണം പുള്ളി, ഞാൻ ചിലപ്പോൾ എനിക്ക് പഴം വേണ്ടി വരില്ല, അതിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വിളിക്കും കൈ കാണിച്ച്. ഞാൻ അധികം സംസാരിക്കാതെ ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരു വിഷമം. വിധൃതി പിടിച്ച് പോകുമ്പോ ചിലപ്പോ ഒന്ന് അക്നോളജ് ചെയ്തിട്ട് തിരിഞ്ഞ് ഞാൻ നടന്നിട്ടുണ്ട്, സംസാരിക്കാനും നിന്നിട്ടില്ല. കുറേ സംസാരിക്കുമ്പോൾ നമ്മളെ തിരക്കിൽ പോകുമ്പോ ചില സമയത്ത് ഞാൻ അതത്ര പ്രയോറിറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നീട് അതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റി ഫീൽ ഒക്കെ ആയിരുന്നു. സംസാരിക്കാറുണ്ടായിരുന്നു, നല്ലപോലെ നിന്ന് സംസാരിക്കായിരുന്നു. ഇടയ്ക്ക് എനിക്ക് എങ്ങനെ അധികം സംസാരിക്കാതെ മൈൻഡ് ചെയ്യാതൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോ ഒരു വിഷമം ഇപ്പൊ തോന്നും ഇടയ്ക്ക് ഓർക്കുമ്പോഴേ. സോ മെന്റൽ ഹെൽത്ത് അത് എല്ലാവരുടെ കാര്യത്തിലും, കുട്ടികളുടെ ആണെങ്കിലും നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ചെറുതല്ലേ, അവർക്ക് എന്ത് പ്രശ്നം വരാനാ, എങ്ങനെയൊക്കെ ആലോചിക്കും, എന്ത് ടെൻഷനെ അവർക്കുണ്ട്, അങ്ങനെയൊക്കെ ആലോചിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ ഒത്തിരി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറയും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ, ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരണം എന്നൊരു ചിന്ത നമുക്ക് വരും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കിടക്കും, ഞാൻ ആരോടാണ് പറയേണ്ടത്, അത്രയും ചെറിയ കുട്ടികൾക്ക് ഒട്ടും അറിയില്ല. അപ്പൊ നമ്മൾ അവരെ ചെറുപ്പത്തിൽ തുടങ്ങി അവരുമായിട്ട് നമ്മൾ നല്ലൊരു ബോണ്ടിങ് വെക്കണം. അവരെന്തും വന്ന് നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സോ മെന്റൽ ഹെൽത്ത്, നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനസ്സിന്റെ ആരോഗ്യം, അത് നമ്മളുടെ ഇമോഷൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സൈക്കോളജിക്കൽ, നമ്മുടെ മാനസികപരമായ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്, നമ്മുടെ സാമൂഹ്യപരമായ സുഖം, എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്. യെസ് യെസ് അസ്ല. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ചെയ്യാമോ, നിങ്ങൾ 15 ബാച്ച് അല്ലേ, ഞാൻ എടുത്ത ടോപ്പിക്കിൽ ഞാൻ മോക്ക് ടെസ്റ്റ് തരാത്തത് ഒന്ന് എനിക്കൊന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് മെസ്സേജ് ഇടണം. ആരെങ്കിലും ഒരാള് നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എല്ലാരും കൂടെ എനിക്ക് ഇട്ട് തരും. അങ്ങനെ ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ കിട്ടാനുണ്ടെങ്കിൽ അത് ഒന്ന് ഇട്ടേക്ക് കേട്ടോ. ഞാൻ എന്റെ മാത്രം എന്ന് പറഞ്ഞു, ഞാൻ ഏത് പോർഷൻ എല്ലാ ബാച്ചിലും ഞാൻ ഒരേപോലെയല്ല ടോപ്പിക്സ് എടുത്തത്, ഒരേ ടോപ്പിക്സ് അല്ല എടുക്കുന്നത്. ചില ബാച്ചിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ മാത്രം എന്ന് പറഞ്ഞത്. മറ്റേതെങ്കിലും ടീച്ചേഴ്സിനെ കിട്ടാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു മാം. നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ ആക്ഷൻസ്, ഇതെല്ലാം ഇതിന്റെ എല്ലാം അത് നമ്മൾ എന്ത് കാണിക്കുന്നു അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കും. നല്ല മെന്റലി ഹെൽത്ത് ഉള്ള ഒരാള് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അയാളുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആൾക്കറിയാം എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണം, മുന്നിൽ വരുന്ന ആളുകളെ ഞാൻ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം, അതെല്ലാം അറിയാവുന്ന, അയാളെ ഒരു ആക്സെപ്റ്റബിൾ പേഴ്സണും ആയിരിക്കും ആ ഒരു വ്യക്തി, നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾ. ബട്ട് നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും, ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. അപ്പൊ അതെല്ലാം നമ്മളുടെ ഈ മെന്റൽ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് ഇപ്പം നഷ്ടങ്ങൾ പലതും ഉണ്ടാവാം അല്ലെ. ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റും, ചില നഷ്ടങ്ങൾ തീരാൻ നഷ്ടങ്ങൾ തന്നെയാണ്. നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ ജീവിക്കുന്നു പലപ്പോഴും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സങ്കടം വരുമ്പോ നമുക്കിത് ഒരാളോട് പറയാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനോ പറ്റാതെ വരുമ്പോൾ അത് നിരാശയിലേക്ക് പോകും. അങ്ങനെ അത് പ്രോഗ്രസീവായിട്ട് അത് ഡിപ്രഷനിലേക്ക് പോകും. ഈ ഡിപ്രഷൻ വീണ്ടും പ്രോഗ്രസീവ്. അപ്പോഴൊന്നും ഒരു ഇന്റർവെൻഷൻ നടക്കുന്നില്ല, നമ്മളെ ആരും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, നമ്മളെ മനസ്സിലാകുന്നില്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആളൊരു പ്രശ്നത്തിൽ പോവുകയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഡിപ്രഷൻ ക്ലിനിക്കൽ ഡിപ്രഷൻ ആയിട്ട് മാറും. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. മറ്റേത് ഒരു ഇന്റർവെൻഷൻ, ഒരു തുറന്ന പറച്ചിൽ, അതിലൂടെ മാറാവുന്ന ഒരു കാര്യം ഒരു ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും, മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അവിടെയും കാര്യമായ ഇന്റർവെൻഷൻസ് വരാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് പിന്നെ ജീവിതത്തിനോട് തന്നെ മടുപ്പാവും. എന്തിനു ഞാൻ ജീവിക്കണം,
ഐ എം നോട്ട് ഗുഡ് ഫോർ എനിത്തിങ്, ആ ഒരു രീതിയിലൊക്കെ തോട്ട് വരും. തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആ തോട്ട്സ് എന്തിനു ജീവിക്കണം എന്നാലോചിക്കുമ്പോൾ എന്നാൽ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് എത്തും. ഒരു സൂയിസൈഡ് തോട്ട്സ് വരും. സൂയിസൈഡ് തോട്ട്സ് വരുന്നു. പിന്നെ ആള് ചെയ്യുന്നത് ഒരു മീൻസ് ആണ്, മാർഗം കണ്ടുപിടിക്കും. ഇത് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനത്തെ രീതിയിലേക്ക് ആളുകൾ പോകും. അവിടം വരെയും എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇനീഷ്യലി അവരെ മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ പറഞ്ഞ ബോസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു കാര്യം നിന്ന് പുള്ളിയെ റിപ്പോർട്ട് അസുഖം പോസിറ്റീവ് ആണെന്ന് കണ്ട ഉടനെ തന്നെ ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, ഓടിപ്പോയി പെട്ടെന്നുള്ള ഇതിൽ ചെയ്തിട്ടുണ്ടാവും. ഒരു സ്പോണ്ടേനിയസ് ആക്ഷൻ ആളിൽ നിന്നും വന്നിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, സോ നമ്മള് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ബോഡിയും മൈൻഡും ഒരു യൂണിസൺ ആണ്, ഒരുമിച്ച് ഉള്ളത് തന്നെയാണ്, സെപ്പറേറ്റ് പാർട്സ് അല്ല. മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ ബോഡിയിലൂടെ വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ബോഡിയിൽ കാണാം. അതിപ്പോ തലവേദന ആയിരിക്കാം, ക്ഷീണമായിരിക്കാം, ചിലപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കാം, ചിലപ്പോൾ വോമിറ്റ് ചെയ്യുമായിരിക്കും, ചിലർക്ക് അത് ലൂസ് മോഷൻ അങ്ങനെ വരും, ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ് ആ ഒരു പ്രോബ്ലം വരും. അതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒന്നിലൂടെയൊക്കെ നമ്മളും കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. ഭയങ്കര സിവിയർ ഹെഡേക്ക് വന്നിട്ടുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു ഉറക്കക്കുറവ്, റെസ്റ്റ്ലെസ്നെസ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കും. പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കോൺസെൻട്രേഷൻ കുറയും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ, പേഴ്സണൽ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ ചെയ്യാതെ വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ ഇതിനകത്ത് കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്ന് വേണം കറക്റ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ അവിടെ 4th ലൈനില് മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന് പകരം മെന്റൽ ഇൽനെസ് എന്നാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റോ ആൻഡ് ഗ്രോ അവര് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കുറെ വർക്ക് ചെയ്തിട്ടുള്ളത്, മീൻസ് കുറെ ബുക്കുകൾ ഓതേഴ്സ് ആണ്. അത് ലെസ്റ്റർ ഡി ക്രോ ആൻഡ് ആലീസ് വി ക്രോ എന്ന 2 ഓതേഴ്സ് ആണ്. അവര് പറയുന്നത് അക്കോർഡിംഗ് ടു ദം മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ദാറ്റ് മീൻസ് ഫാക്ട് ഉള്ള കാര്യമാണ്, സയൻസ് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ ടൈപ്പ് ചെയ്യോ? ഈ ഓതേഴ്സിന്റെ ആണോ? ഓതേഴ്സിന്റെ യെസ് ആണോ? മാം, യെസ് മാം. ഓക്കെ, ലെസ്റ്റർ ഡി ക്രൂ ആൻഡ് ആലീസ് വി ക്രൂ 2 ഓതേഴ്സ് ആണ്. അപ്പൊ അവര് പറയുന്നുണ്ട് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ ക്ഷേമം അല്ലെ, സുഖം, സന്തോഷം, സമാധാനം എന്നൊക്കെ നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു ടേം ആണ് വെൽഫെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് പെർവേഡ്സ് സ്പ്രെഡ് എല്ലാ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അതായത് ഒരാള് ഇപ്പം ലൈഫ് പാർട്ട്ണർ തമ്മിലുള്ളതല്ല, നമ്മുടെ മക്കളായിട്ടുള്ളത്, പാരന്റ്സ് ആയിട്ടുള്ളത്, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളത്, നമുക്ക് ഏതൊക്കെ ലെവലിലെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ളത്, അങ്ങനെ എല്ലായിടത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്തിരിക്കും. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ആ ഒരു സയൻസ് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് സ്പ്രെഡ്സ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പറഞ്ഞു. ഇനി അവര് തന്നെ ആണോ മാം സ്പ്രെഡ്സ്? എന്തോ പെർവേഡ്സിന്റെ മീനിങ് ആണോ സ്പ്രെഡ്സ്? സ്പ്രെഡ്, അതെ, എല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുന്നു, സ്പ്രെഡ് ചെയ്തിരിക്കുന്നു നമ്മൾ പറയില്ലേ, SPREAD, സ്പ്രെഡ്സ്. ഇനി ഇത് മെന്റൽ
ഹൈജീനിന് കൊടുത്തൊരു ഡെഫിനിഷൻ ആയിരുന്നു അല്ലെ. മീൻസ് അവര് പറയുന്നത് കൺക്ലൂഡ് ചെയ്തവർ പറഞ്ഞിരിക്കുന്നത് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. അത് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏതൊക്കെ ആളുകളുമായിട്ട് കണക്റ്റഡ് ആണോ ആ എല്ലാ ഏരിയയിലേക്കും അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അതാണ് മെന്റൽ ഹൈജീൻ എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി മെന്റൽ ഹെൽത്തിന്റെ ഒരു ഡെഫിനേഷൻ പറയുവാണെങ്കിൽ, ഇത് പറയുന്നില്ല, ഞാനത് പറയുവാണ്. ഒരു സെയിം തന്നെ ഒരു സയൻസ് ആണ്, അത് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ വെൽഫെയറിനെ തന്നെയാണ്. അത് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നിന്നും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സയൻസ് ആണ് ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് അഡോപ്റ്റ് all fields of human relations. ആരെങ്കിലും മനസ്സിലായവരൊന്ന് ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ നല്ലായിരുന്നു. മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ്, നോട്ട് സയൻസ്, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്. ഒരു അവസ്ഥ എന്ന് എഴുതിയാൽ മതി. മെന്റൽ ഹെൽത്ത് ഇസ് എ സയൻസ്, എ സ്റ്റേറ്റ് ദാറ്റ് ഡീൽസ് വിത്ത്, മറ്റൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്, that deals with human welfare. സെയിം തന്നെ ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നു. ആൻഡ് അഡോപ്റ്റ് ഫോളോ ചെയ്യുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. ADOPT ആണ് അഡോപ്റ്റ്, അല്ലെങ്കിൽ ഫോളോ എന്ന് എഴുതിയാലും മതി. മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് അഡോപ്റ്റ് അല്ലെങ്കിൽ ഫോളോ ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മെന്റൽ ഹൈജീനിലൂടെയാണ് നമ്മൾ മെന്റൽ ഹെൽത്തിലേക്ക് എത്തുന്നത് അല്ലെ. അതൊരു സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റാറ്റസ്, ഒരു സ്റ്റേറ്റ് ആണ്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്, സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഒരു ലെവലാണ്. അത് എല്ലാ ഫീൽഡിലുള്ള ഹ്യൂമൻ റിലേഷനെ ഫോളോ ചെയ്യും. ഓക്കെ, അനുമോള് ഡിഫൻസ് മെക്കാനിസം ഇട്ടേക്കണ കണ്ടു അല്ലെ. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുന്നതിന് ഉദ്ദേശിച്ചിട്ടാണോ ഡിഫൻസ് മെക്കാനിസം ഇട്ടത്? ഡിപ്രഷൻ ഒക്കെ പറഞ്ഞപ്പോ ഓക്കെ, എനിക്ക് നിങ്ങളെ കൊണ്ട് വായിക്കാം, അതായിരിക്കും നല്ലത്. എയിംസ് ആൻഡ് രമ്യ അത് എഴുതിയിട്ടുണ്ട്. താങ്ക് യു രമ്യ. എയിംസ് ആൻഡ് വാല്യൂസ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. ഇതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Yes, please. Aims and objectives of mental hygiene. Adalla ma'am. The major objects of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences, care of the mental health of the individual and of the group, the discovery and application of medicinal measures to cure mental ailment. Thank you. Some aims and objectives of mental hygiene. ഇത് മാത്രമല്ല, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഏതൊക്കെ എയിം ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് വേണ്ടത് മെന്റൽ ഡിസോർഡേഴ്സ് വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റണം ത്രൂ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ്. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം, നമ്മൾക്ക് പല രീതിയിലുള്ള ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഹ്യൂമൻ റിലേഷൻസ് എന്നാണോ? യെസ്, ഹ്യൂമൻ റിലേഷൻസ് എന്നാണ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മൂഡ് സ്വിംഗ് ഒക്കെ വരുമ്പോൾ നമ്മള് പലപ്പോഴും അതൊന്ന് മനസ്സിലാക്കി, ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഒരാൾ നിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയോ ഇമോഷണൽ ബേസ്റ്റ് ഔട്ട് ഒക്കെ നടത്തുവാണ്. നമുക്ക് ആ ഇൻസ്റ്റന്റിൽ ഒരുപക്ഷെ അയാളോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അയാൾ അത് ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല. അയാളൊന്ന് കാം ആവുന്ന വരെ ഒരുപക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ സംസാരിച്ചാൽ അത് ഓക്കെ ആവുമായിരിക്കും. സം കേസസ് നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി നമ്മളോട് അടുപ്പുള്ള ഒരാളാണെങ്കിൽ നമ്മൾക്കത് ചെയ്യാനായിട്ട് പറ്റും. അത് കുറേ റിലേഷൻഷിപ്പ് ഒക്കെ പല തെറ്റിദ്ധാരണകൾ കൊണ്ട് എന്താ പറയാ നിന്നു പോകുന്ന അവസ്ഥയിലൊക്കെ പോവാറുണ്ടല്ലേ.
അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അങ്ങനെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. ദാറ്റ് നമ്മുടെ മെന്റൽ ഹെൽത്ത് തന്നെയാണ്. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമുക്ക് അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ആ കേൾക്കാനുള്ള ഒരു ക്ഷമ അത് ശരിക്കും വേണ്ടത് തന്നെയാണ്. പിടിവിട്ട് പോവും ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് വേണ്ടത്. ഞാനൊരു കൺസ്ട്രക്ഷൻ ഫേമിൽ പർച്ചേസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 16 വർഷം മുമ്പാണ് പാലാരിവട്ടത്ത്. അപ്പം നമ്മള് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ജോബൊക്കെ തന്നെയാ. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ക്ലയൻസിനെ ഫോണിൽ വിളിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അവര് നമ്മളെ കാണാൻ വരുന്നു, മീറ്റിംഗ് വെക്കുന്നു, സംസാരിക്കുന്നു, സെറ്റ് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു റേറ്റിന്റെ കാര്യത്തില്. അതൊക്കെ ഭയങ്കര രസം. പക്ഷെ കമ്പനിയുടെ ഒരു പ്രശ്നമുണ്ട്. കമ്പനി ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കും. എമൗണ്ട് ഉണ്ടെങ്കിലും അവരത് റിലീസ് ചെയ്യില്ല. അപ്പൊ അക്കൗണ്ട്സ് നമ്മളല്ല നോക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അക്കൗണ്ട്സ് വേറെ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ അവരെ പുഷ് ചെയ്യല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ മെറ്റീരിയൽസ് വാങ്ങിയത് അവര് ക്യാഷിന് നമ്മളെയല്ലേ അപ്രോച്ച് ചെയ്യൂ. നമ്മളും അവരും തമ്മിലാണ് ഡയറക്റ്റ് ഡീല് നടക്കുന്നത്. അവർക്ക് അക്കൗണ്ട്സിലെ ആൾക്കാരെ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ വന്നപ്പോ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, ഞാൻ ആദ്യമൊക്കെ എന്നെ കാണാൻ വന്നപ്പോ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയൊക്കെ സംസാരിച്ചേ. ഇയാൾക്ക് ഭയങ്കരമായിട്ട് പേയ്മെന്റ് മുടങ്ങി. ഞാൻ പലതവണ അക്കൗണ്ട്സിൽ പറഞ്ഞിട്ടും അയാൾക്ക് പേയ്മെന്റ് കൊടുത്തില്ല. അയാൾ ഒരു ദിവസം വന്ന് എന്റെ മുന്നിലുള്ള ചെയർ വലിച്ചെറിഞ്ഞിട്ട് എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ എന്നെ ഫയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനും തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ വേറെ വല്ല യുദ്ധം വല്ലതും നടന്നേനെ. അത് പക്ഷെ എനിക്ക് പറയാനുള്ള വോയിസ് ഇല്ലാന്ന് എനിക്ക് അറിയായിരുന്നു, മനസ്സിലായി. കാരണം അയാളുടെ പേയ്മെന്റ് റിലീസ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പൊ അത് കാരണം എനിക്ക് തിരിച്ചൊന്നും പറയാനുള്ള ഒരു വോയിസ് ഇല്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ അയാള് വരുമായിരുന്നു, പക്ഷെ ഡയറക്റ്റ് ഒരു സംസാരമൊന്നും ഉണ്ടായില്ല. അയാളുടെ എന്നെ പറ്റി മെറ്റീരിയൽസ് വാങ്ങിട്ടോ. അയാൾ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, കാരണം നല്ല മാർജിൻ ഒരാളെ തരുമ്പോൾ അയാൾ എന്നെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് ലോസ് ഉണ്ടാക്കുന്ന രീതിയിൽ വേറെ നല്ല മെറ്റീരിയൽസ് കിട്ടുന്നതുമാണ്. പിന്നെ അയാളുടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. പക്ഷെ സബോർഡിനേറ്റ്സിനെ കൊണ്ടാണ് വിളിപ്പിക്കാറൊക്കെ ചെയ്തത്. അത് എനിക്കൊരു ബുദ്ധിമുട്ട് അയാളെ വിളിച്ച് സംസാരിക്കാൻ. അയാൾക്ക് പിന്നെ എന്നെ മുഖത്ത് നോക്കാനൊരു ബുദ്ധിമുട്ട്. അന്നത്തെ ആ ഒരു അയാളുടെ ഒരു ഇമോഷണൽ ബേസ്റ്റ് ഔട്ടിൽ അയാൾ പറഞ്ഞു പോയത്. പിന്നെ അയാൾക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ്. പക്ഷെ അയാൾ മാപ്പൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ പിന്നെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലായിരുന്നു. ഞാനത് ഇടയ്ക്കൊക്കെ ഓർക്കും അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ സെയിം തന്നെ പർച്ചേസ് മാനേജർ ജോലി ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്നാണ്. എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലൊരു അനുഭവം എനിക്കുണ്ടായി. അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എന്റെ പിടിവിട്ട് പോയൊരു അനുഭവമായിരുന്നു. പിന്നെ എന്റെ എന്റെ സ്കൂൾ മേറ്റ് ആണ് എന്റെ ഈ സുഹൃത്ത്. ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങിക്കുന്ന സാധനങ്ങൾ മുഴുവനും ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ ഗുജറാത്ത്, ഇവിടെ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത്. ഗുജറാത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്ന് കുറെ കൂടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കിട്ടും. ഇപ്പൊ ബ്രാസ് ഐറ്റംസ് ആയിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ, നല്ല റേറ്റും ഉണ്ട് ബ്രാസിന്. ഞാനിങ്ങനെ ബ്രാസ് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഞാനാണോ, അയാളോട് സംസാരിക്കുന്നത് ഞാനാണ്. ബ്രാസ് ഐറ്റംസ് ഒക്കെ കൊടുത്തു. 5 ഐറ്റംസ് ഉണ്ടായിരുന്നു. 200 ടോട്ടൽ വെയിറ്റ്. ഒരു 210 കിലോ വരുമായിരിക്കും. ഞാൻ ഈ ഓർഡർ കൊടുക്കണ മാത്രമേ ഉള്ളൂ. ഈ സാധനങ്ങൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഞാൻ കാണില്ല കേട്ടോ. കാരണം എന്റെ വീട് തിരുവാങ്കുളത്താണ്. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് അപ്പാർട്ട്. ഞങ്ങൾ തമ്മിൽ കാണല് തന്നെ ഇല്ല, ഫോണിലൂടെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് വന്നപ്പം ഈ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ജിഷ ഒരു ഐറ്റം കുറവാണെന്ന് പറഞ്ഞു. ഒരു ഐറ്റം വന്നിട്ടില്ല. ഏകദേശം ഒരു 50 കിലോയോളം വരും, അത് മാത്രം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം അയാൾ അയച്ചു തന്ന ബില്ലില് 5 ബാഗ് ഉണ്ട്. ഓരോ സാധനവും 5 ബാഗായിട്ടാ തന്നിരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഇല്ല, ഒരു ഐറ്റം മിസ്സിംഗ് ആണ്. 5 ബാഗ് ഉണ്ട്, പക്ഷെ ഒരെണ്ണം തന്നെ 2 ബാഗിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കാതെ. ഞാൻ ചോദിച്ചു ശരിക്കും കറക്റ്റ് നോക്കിയിരുന്നോ? പറഞ്ഞു കറക്റ്റ് നോക്കി. അതിൽ ഒരു ബാഗ് മാത്രമേ ഞാൻ വീട്ടിൽ വെച്ചുള്ളൂ. ബാക്കി ബാഗ് ഞാൻ ഇതിന്റെ വർക്ക് നടക്കുന്ന സൈറ്റ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ സ്റ്റോറിലേക്ക് വയ്ക്കാൻ നേരത്ത് പിള്ളേര് ഈ ബാഗ് മുഴുവനും ചെക്ക് ചെയ്ത് എല്ലാം തിട്ടപ്പെടുത്തി വെച്ചാന്ന് തോന്നി ഈ വർക്കേഴ്സ്. ഞാൻ എന്നോട് പറഞ്ഞു അയാളോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കണം, അയാള് നല്ല ചീത്ത പറയണം എന്നൊക്കെ പറയുവാണ് എന്നോട്. എനിക്ക് പറ്റാത്ത കാര്യമാണ്.
ഞാൻ എന്നിട്ട് അയാളോട് ഇങ്ങനെ സംസാരിച്ചു, ആ ഒരു ഐറ്റം കുറവാണ്, 5 ബാഗ് ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ അയാളോട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു. അയാൾ എന്നോട് പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ല, എനിക്ക് എന്റെ വെയിറ്റ് ഒന്ന് എടുത്തു തരൂ, പിന്നെ ഫോട്ടോസും അയച്ചു തരുമെന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഫ്രണ്ടിനോട് കൺവേ ചെയ്യുക കേട്ടോ, ഞാനൊരു ഇന്റർപ്രറ്റർ മാത്രമേ ഉള്ളൂ, ലാംഗ്വേജിന്റെ പ്രോബ്ലം എന്റെ ഫ്രണ്ടിനുള്ളത് കാരണം ഇയാള് പറയുന്ന മെസ്സേജ് ഞാൻ അങ്ങോട്ട് പറയുന്നു, ആള് പറയുന്നത് ഇങ്ങോട്ട് പറയുന്നു, അതാണ് എന്റെ പണി. അങ്ങനെ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, അയാൾക്ക് അതിന്റെ ഫോട്ടോ വേണം, വെയിറ്റും അറിയണം എന്നാ പറഞ്ഞത്. ഈ മഹാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫോട്ടോ ഒന്നും തരാനൊന്നും എന്റെ കയ്യിലില്ല, വെയിറ്റ് വേണമെങ്കിൽ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ബില്ല് നോക്കിയിട്ട് ആ സാധനം ഒഴിച്ചുള്ള ബാക്കിയുള്ളതിന്റെ വെയിറ്റ് എനിക്ക് ഓരോ ഐറ്റം ആയിട്ട് എഴുതി തന്നു, അത്ര കോൺഫിഡന്റ് ആയിട്ട്. ഞാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വർക്ക് സൈറ്റിൽ പോയി നോക്കി കൺഫേം ചെയ്തു. എന്റെ പിള്ളേര് അവര് വർക്കേഴ്സിനെ ആയിട്ട് പറയുന്നത്, അവര് ഭയങ്കര പെർഫെക്റ്റ് ആണ്, അവരെല്ലാം കറക്റ്റ് നോക്കിയിട്ട് എന്നോട് പറയുന്നത്. എന്നിട്ട് എനിക്ക് ലിസ്റ്റ് ഓഫ് ഇത് തന്നു. എനിക്ക് നമുക്കൊരു ഇന്നർ ഗൈഡ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളോട് പറയില്ലേ ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത്. എനിക്ക് ഉൾവിളി കുറെ കിട്ടിയിട്ടും ഞാൻ അതിന്റെ പുറകെ പോയില്ല, ഫ്രണ്ടിനെ വിശ്വസിച്ചു. കക്ഷി തന്ന വെയിറ്റ് ഞാൻ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യുക, വാട്സാപ്പിൽ അയാൾക്ക് അയക്കാനേ. എല്ലാത്തിന്റെ പേര് ഏതാണ്ട് കുറെയൊക്കെ കോമൺ, അപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഇട്ടിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അടുത്തത് ഇടുമ്പോഴേക്ക് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. സെലക്ട് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ദൈവം എന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ പറയേണ്ടത് ഇത് ശരിയല്ല, അത് അയക്കരുത്, അതാണ് ഇങ്ങനെ ഡിലീറ്റ് ആയി പോണേന്ന്. ഒരു 10-20 മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ അത് ഫുൾ ടൈപ്പ് ചെയ്ത് അയച്ചത്. 3-4 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യും, കംപ്ലീറ്റ് ഡിലീറ്റ് ആവും. അപ്പോഴേ എന്റെ തലയിൽ തോന്നണ്ടായിരുന്നു ഇത് ശരിയല്ല എന്നുള്ളത്. ഞാൻ അയാൾക്ക് അയച്ചു. ഞാൻ എന്നിട്ട് വലിയ ഡയലോഗും വെച്ചു, നിങ്ങൾ തരാത്ത മെറ്റീരിയൽസിന്റെ കാശ് എങ്ങനെ തരാൻ പറ്റും, തന്ന മെറ്റീരിയൽസിന്റെ കാശ് തരാം, റിവൈസ്ഡ് ബില്ല് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ എഴുതി കൂട്ടി അയച്ചു. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ എനിക്ക് കണ്ടിന്യൂസ് എന്റെ ഫ്രണ്ടിന്റെ കോള് വന്നുകൊണ്ടിരിക്കുവാട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ മണിയുണ്ടെന്ന്. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, ജിഷ ഒരു പറ്റി. ഞാൻ അപ്പോഴേ എനിക്ക് എന്തോ മണത്തു. പറഞ്ഞു ആ മെറ്റീരിയല് വേറൊന്നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ പിടിവിട്ടു. ഈ 50 കിലോ, 1 കിലോയ്ക്ക് 775 രൂപ വെച്ച് ഏകദേശം 40,000 രൂപയുടെ സാധനമാണ് നമ്മൾ ഇതിനകത്ത് ഇല്ലാന്നും പറഞ്ഞ് അയാളോട് കുറെ സംസാരിച്ചത്. ഞാൻ എന്നിട്ട് ചോദിച്ചു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അത് സാധനം വന്ന് ട്രാൻസ്പോർട്ടറുടെ സൈഡില് ബാഗ് എന്തോ ലൂസായി അവിടെ വിട്ടു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾക്ക് ശരിയായ കാര്യം പറഞ്ഞു, ഇത് എന്റെ തെറ്റാണ്, എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ ഉണ്ട്, എന്നോട് ക്ഷമിക്കണം, ഇതൊക്കെയാണ് സംഭവിച്ചത്, വർക്കേഴ്സിനെ കൊണ്ടാ ചെക്ക് ചെയ്യിച്ചത്, വർക്കേഴ്സ് ഉറപ്പ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞു, വെരി സോറി നിങ്ങൾക്കുണ്ടായി. ഞാൻ എന്നിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞു 10 മിനിറ്റിനുള്ള അയാളുടെ ഏകദേശം 1.25 ലക്ഷം അയാൾക്ക് കൊടുക്കാനുണ്ട് ഈ ബില്ലിന്റെ. 10 മിനിറ്റിനുള്ള അയാളുടെ അക്കൗണ്ടിൽ ഈ ക്യാഷ് ക്രെഡിറ്റ് ആകണം, അല്ലാതെ മുന്നോട്ട് ചെയ്യാൻ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഫുൾ ക്യാഷും ഇട്ടു. പിന്നെ അയാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ, അതാണ് എനിക്ക് ഏറ്റവും വിഷമമായതാണ്. എന്നെ ചീത്ത പറഞ്ഞെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നോ ഇഷ്യൂസ് മാഡം അത്രേ പറഞ്ഞത്. അത് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ ഞാനന്ന് കുറെ പറഞ്ഞു ആ വർക്കേഴ്സ്, കാരണം ആ വർക്കേഴ്സിനെ എപ്പോഴും ഈ ആളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം വെച്ചാൽ അവര് പണിയെടുത്തില്ലെങ്കിൽ വർക്ക് നടക്കില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഫുൾ ടൈം ചീത്തവിളിയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ശീതസമരത്തില്ല മിണ്ടിയിട്ട് ഇപ്പൊ 2-3 ദിവസമായി. അപ്പൊ അങ്ങനെ പോകുന്നു പറ്റണില്ല. അത് തന്നെ കാര്യം. ഇപ്പൊ 2-3 ദിവസം മിണ്ടാതിരുന്ന കഴിയുമ്പോ ഒരു സമാധാനം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ സംഭവിച്ചു. അപ്പൊ ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം അത് ശരിക്കും വന്നു. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം പലയിടങ്ങളിലും വരാറുണ്ട് കേട്ടോ. ലാംഗ്വേജിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന വോയിസ് മോഡുലേഷന്റെ ഞാൻ പലതവണ പറഞ്ഞു, പോയി നോക്കി ചെക്ക് ചെയ്തിരുന്നോ? അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് ബാഗ് പിടിച്ചു നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി വെയിറ്റ് കുറവായിരുന്നു. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ അടുത്തൊരു സുഹൃത്ത് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കും. അങ്ങനെയായിട്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച പറ്റി. എനിക്ക് അതിന്റെ ഭയങ്കര വിഷമം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയായിരുന്നു ആ സമയത്ത്. കാരണം ഒരാളോടെയും അവര് എന്തോ ഒരു കള്ളം കാണിച്ച പോലെ പറയുവാണോ. എന്തായാലും ഭാഗ്യത്തിന് ഞാൻ അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു സമാധാനം. അതും കൂടെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെ സോ മെന്റൽ ഹൈജീൻ അന്നത്തെ ഒരു സമയത്ത് എന്റെ മെന്റൽ ഹെൽത്തും മെന്റൽ ഹൈജീൻ ഒക്കെ വളരെ ലോ ആയിരുന്നു. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ലായിരുന്നു.
ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഡൗൺ ആയി. എനിക്ക് ക്ലാസ് വരെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ബ്ലാക്ക് ഔട്ട് ആയി പോയി. അങ്ങനെ കുറെ പ്രശ്നപ്പെട്ടു. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് നമ്മളെ അഫക്റ്റ് ചെയ്തത്, നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഇമോഷൻസിനെ എല്ലാം അത് അഫക്ട് ചെയ്തു. മെന്റലി ഡൗൺ ആയിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലായാൽ അത് പിന്നെ നമുക്ക് ചിലതൊന്നും തിരിച്ച് ശരിയാക്കാൻ പറ്റാതെ വരും. അപ്പൊ നമുക്ക് നമ്മളുടെ ഒറ്റയ്ക്കുള്ള ഒരു മെന്റൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ, നമ്മൾ ഇടപെടുന്ന ഒരു ഗ്രൂപ്പിന്റെ മെന്റൽ ഹെൽത്തും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പലപ്പോഴും മെഡിസിനൽ മെഷേഴ്സ് ആവശ്യമായി വരും. മെന്റൽ എയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഡിസീസ് തന്നെയാണ്. പിന്നെ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ്, ലൈക്ക് ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ചെടികൾ നോക്കുന്നത്, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ചില ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. റോസ്മി ബാച്ചിലല്ലേ, റോസ്മി അല്ലേ നമ്മളെ പഠിപ്പിച്ചേ? അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത്, ഒരു മൂവി കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കുന്നത്. അങ്ങനെ കുറെ നാൾ കൂടിയിട്ട് ഞാൻ ഒരു മണിക്കൂറോളം എന്റെ സ്കൂൾ മേറ്റ്സിനോട് സംസാരിച്ചു. അത് ഈ സമയത്തായിരുന്നു. എനിക്ക് വേറൊരു മാർഗം അപ്പൊ തോന്നിയില്ല. കുറെ ഞങ്ങള് സ്ഥിരം വിളിക്കാറുണ്ടായിരുന്നവരെല്ലാരും ഓരോ തിരക്കിലായപ്പോ ശരിക്കും ഒരു 1 year ബാക്കാണ് ഞാൻ ആ കുട്ടിയെ ലാസ്റ്റ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടിയെന്ന് തന്നെ പറയാട്ടോ. സാധാരണ ക്ലാസ് ആയിരുന്നു എൻ്റെ ഒരു റിലാക്സേഷൻ. പക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ക്ലാസ് വരെയും എടുക്കാൻ പറ്റാതായി, ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് തന്നെ ഒരു ബോധമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. ഞാൻ വിചാരിച്ചേക്ക മെമ്മറിയൊക്കെ അടിച്ചു പോയി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ആ ഒരു ഇത് നമ്മളെ സപ്പോർട്ട്, നമ്മൾക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി സ്കൂളില് മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ്, നീഡ്, അതാണ് വരുന്നത്. സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പോകുന്ന സ്ഥലം അല്ലെ, അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലാണ്. അവരുടെ ടീച്ചർ, അവർക്ക് ആ ടീച്ചറെ കാണുമ്പോഴുള്ള സന്തോഷം, അങ്ങനെ അതെല്ലാം ടീച്ചറുടെ രീതി അനുസരിച്ച്. പിന്നെ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന മോറൽ സപ്പോർട്ട്, അതുപോലെ തന്നെ എക്സസൈസസ്, അവരുടെ ഫിസിക്കൽ എക്സസൈസിന് കിട്ടുന്ന ഒരു സ്പേസ്, അതെല്ലാം അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്നതാണ്. അതേസമയം സ്കൂള് മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിലേക്ക് കുട്ടികളെ വല്ലാതെ പ്രഷർ ചെയ്യുന്നു. ബയസ്ഡ് ആയിട്ടുള്ള പെരുമാറ്റം ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന്, അതായത് പാർഷ്യാലിറ്റി അങ്ങനെ ടീച്ചർമാരെ കാണിക്കുവാണെങ്കിൽ അതും അവരെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. പിന്നെ അൺഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ടീച്ചർമാർ, ചിലപ്പോൾ റഫായിട്ട് ചില ടീച്ചേഴ്സ് പെരുമാറും. അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ ടീച്ചേഴ്സും നല്ലൊരു രീതിയിൽ തന്നെ അതല്ല. പിന്നെ തോറ്റു പോകുമോ എന്നുള്ള പേടി, വീട്ടിൽ നിന്നുള്ള പ്രഷർ, പഠിക്കുന്നതിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ നിന്നുള്ള ആ ഒരു പ്രഷർ എല്ലാം കൂടെ വരുമ്പോൾ കുട്ടികൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. നമ്മൾ കാണും ചില പ്രായത്തിലുള്ള കുട്ടികൾ ഓടിപ്പോകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അതെല്ലാം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവര് വല്ലാതെ ഡൗൺ ആകുമ്പോൾ സംഭവിക്കട്ടെ. ഓക്കെ, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ് ആര് വായിക്കും? അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ വായിക്കാം മാം. യെസ് പ്ലീസ്. Need for mental hygiene in schools. The major incident of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc. Among school children call for practicing mental hygiene in schools. Often the school is itself a source of maladjustment, lack of friendliness on the part of the teacher, overemphasis in school marks teachers partially, fear of failure, excess homework, heavy curriculum, etc. Case mental tension and fear in children. The mental hygiene practice helps us teachers to change their angle of vision so that the school surroundings become good for the health development of the students. Thank you. ഓക്കെ, സോ സ്കൂള് അവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സ്ഥലം അല്ലെ, അവിടെ പലപ്പോഴും കുട്ടികൾക്ക്
ഗിൽട്ടി ഫീലിംഗ്, ഡെലിക്വന്റ് ബിഹേവിയർ, അവരുടെ ഒരു ഗിൽട്ടി, എന്തെങ്കിലും എപ്പോഴും അവർക്കൊരു ഞാൻ എന്തോ മോശമാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് വരിക. അതുപോലെ തന്നെ ട്രുവൻസി, ഫെയിലിയർ, എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഫെയിലിയർ സംഭവിക്കുക, ഒരു പരാജയം, അത് സൂയിസൈഡ് ടെൻഡൻസി. പിന്നെ അണ്ടർ അച്ചീവ്മെന്റ്, ഉദ്ദേശിച്ച പോലെ അവർക്ക് ഒന്നിലും സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുക, പിന്നെ സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും സ്കൂളില് ചില കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. മെന്റൽ ഹൈജീൻ സ്കൂളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഒത്തിരി ക്യാമ്പയിനും പ്രോഗ്രാമും ഒക്കെ മെന്റൽ ഹെൽത്തിന്റെ മെന്റൽ ഹൈജീന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പല ഏജൻസീസും ഓർഗനൈസേഷനും ആയിട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ടീച്ചറിന്റെ സൈഡിൽ നിന്നുള്ള അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ കുട്ടികളെ പലപ്പോഴും തളർത്താറുണ്ട്. പിന്നെ സ്കൂൾ മാർക്സിന് ഇമ്പോർട്ടൻസ് എംഫസൈസ് കൊടുക്കുക. മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി. പലപ്പോഴും കുട്ടികൾക്ക് ഒരു ഒട്ടും അവരുടെ മനസ്സ് ന്യൂട്രീഷ്യസ് അല്ലാത്തൊരവസ്ഥ, ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല, മനസ്സിന് ആവശ്യമായിട്ടുള്ള കെയർ, ലവ്, അഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ആരിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട്, എനിക്ക് ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്റെ വിഷമങ്ങൾ ആരും അറിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീല് വരും. ടീച്ചർമാരെ പാർഷ്യാലിറ്റിയോടുകൂടി പെരുമാറുന്നത്, പിന്നെ തോറ്റുപോകുമോ എന്നുള്ള പേടി, എക്സസ് ഹോംവർക്ക് വരുന്നു, അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഭയങ്കര ഹെവി സിലബസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളുടെ മെന്റൽ ടെൻഷനും ഫിയറും പേടിയും ഉണ്ടാകും. മെന്റൽ ഹൈജീൻ അത് പ്രാക്ടീസ് ചെയ്യുക കുട്ടികളെ സ്കൂളിൽ, അതിനനുസരിച്ച് കുട്ടികൾക്ക് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള പല ആക്ടിവിറ്റീസ് നടത്തുക. പിന്നെ 10th ഒക്കെ ആവുമ്പോഴേക്കും കുട്ടികൾക്ക് ചില സെഷൻസ് ഒക്കെ കൊടുക്കുമല്ലോ എക്സാമിന്, പേടി കൂടാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ, അതെങ്ങനെ ഫോക്കസ് ചെയ്യണം, അല്ലാതെ അവരെ കുറെ സമയം ഇരുത്തി പഠിപ്പിച്ചിട്ട് അവരെങ്ങനെ ഒരു റിലാക്സ് ചെയ്യിക്കണം. അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർക്ക് എങ്ങനെ എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ അവരെ അറിയിക്കേണ്ടത്. അപ്പൊ കുട്ടികളുടെ നല്ലൊരു ഹെൽത്ത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്കൂളും സറൗണ്ടിങ്സും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരുങ്ങുക തന്നെ വേണം. ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിലുണ്ടാകുന്നത്. അല്ലെങ്കിൽ പല രീതിയിലുള്ള ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് മൂഡിയായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് പല രീതിയിലുള്ള ഡിസോർഡറുകൾ അവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും. പല മെന്റൽ ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ. ചിലത് ജനറ്റിക് ആയിട്ട് വരും, ചിലത് അവർ വളരുന്ന എൻവിയോൺമെന്റിൽ അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങൾ, അതായത് അവരെ കെയർ ചെയ്യുന്നത്, ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് കിട്ടേണ്ട കെയർ, അവർക്ക് കിട്ടേണ്ട കരുതൽ, സ്നേഹം, ആ പരിഗണന, ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് പല ഇതുപോലുള്ള ഡിസോർഡേഴ്സ് കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ജനറ്റിക് ഹെറിഡിറ്ററി ആയിട്ടുള്ളതെന്നല്ല, അല്ലാതെ ഈ എൻവിയോൺമെന്റിന്റെ പ്രശ്നം കൊണ്ടും കുട്ടികൾക്ക് അത് വരാം. പല സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, സ്ക്രീസോഫ്രീനിയ പോലുള്ള പല അസുഖങ്ങൾ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചിന്തിക്കാനും പെരുമാറാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. സോഷ്യലൈസ് ചെയ്യാതെ വരും, അവർ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞൊരു വിത്ഡ്രോവൽ സിംറ്റം ഒക്കെ അവർ കാണിക്കാൻ തുടങ്ങും. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. ചിലതിന് ലൈഫ് ലോങ് മെഡിസിൻ കഴിച്ച് അതിന്റെ എഫക്ട് കുറയ്ക്കാന്നല്ലാതെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഡിസോർഡേഴ്സ് പ്രോഗ്രസീവ് ആവും. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം തുടങ്ങിയേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം, അവർക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും, പാരന്റ്സിന്റെ സൈഡിൽ നിന്നും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും അവർക്ക് വേണ്ടുന്ന കരുതൽ, സ്നേഹം, ഇതെല്ലാം. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരൂല്ലേ. ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും, ചിലർക്ക് സമയമൊക്കെ ഉണ്ടാവില്ല, വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് പോണവരുണ്ടെങ്കിൽ ഒക്കെ പാടായിരിക്കും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് പകുതിക്ക് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാനൊന്ന് അതിന്റെ കൂടെ ആഡ് ചെയ്യാം, എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇത് നിർത്തുകയാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. പ്ലീസ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. കാരണം അങ്ങനെ സാർ ഇങ്ങനെ പറയണ്ടായി ഇത് ടഫാണ് പഠിക്കാൻ എന്നൊക്കെ വിചാരിച്ച് കുട്ടികള് പാതി വഴിക്കിട്ടിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം പറഞ്ഞു. ഈ അസൈൻമെന്റ് തരുന്നത് ഒരിക്കലും നിങ്ങൾ ഭയങ്കര മാർക്ക് തരാനോ, മാർക്ക് അതൊരു ഫാക്ടർ തന്നെയാണ്, നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആണ്. പക്ഷെ അസൈൻമെന്റ് ടോപ്പിക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ. അത് നിങ്ങളൊരു സെന്റൻസിൽ എഴുതിയാലും ഒരു പാരഗ്രാഫ് എഴുതിയാലും അതെന്താണോ ആ തോട്ട് അത് മതി. അല്ലാതെ അയ്യോ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഓർത്തൊന്നും പേടിക്കണ്ട. പിന്നെ എല്ലാം കൂടെ ലാസ്റ്റ് മൊമെന്റിലേക്ക് ആക്കി വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ക്ലാസ്സിൽ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ ക്ലാസ്സിൽ എല്ലാവരുമായിട്ട്. ക്ലാസ്സിൽ ഒരു ദിവസം കയറാൻ പറ്റാത്തവര്
ഒന്ന് ചോദിച്ചാൽ മതി, അവരൊന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ക്ലാസ്സിൽ അന്നത്തെ കാര്യം. അപ്പോ റെക്കോർഡ് ക്ലാസ് കണ്ട് വലിഞ്ഞു നീണ്ടു പോകുന്ന ക്ലാസ് ആണോ എന്നുള്ള പേടി ഒന്നും വേണ്ട. ചിലപ്പോൾ നമ്മൾ കുറെ സംസാരിക്കുന്നുണ്ടാവും, അത് പക്ഷെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് അത്ര പറ്റില്ല. ലൈവ് നമ്മൾ സംസാരിക്കുന്നത് റെക്കോർഡ് ക്ലാസ്സിൽ അത് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, റെക്കോർഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്താണോ നിങ്ങൾ എടുത്തോട്ട് അതിനനുസരിച്ച്. ഞങ്ങൾ ചെയ്യാറുണ്ട്. വാട്സപ്പിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇൻഫോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാ മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. ഓക്കെ, കാരണം അങ്ങനെ മിസ് അത് മാത്രല്ല, നമ്മളിപ്പോ അസൈൻമെന്റ്സ് ഒക്കെ എന്ത് തന്നാലും, പ്രോജക്റ്റോ അല്ലെങ്കിൽ സെമിനാറോ അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി തന്നാലും അതിന് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ അതിൽ ഇടാറുണ്ട്. ഈവൻ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ നമ്മൾ ഡെയിലി കയറുന്നവരല്ലാണ്ട് കയറാത്തവരുണ്ടല്ലോ, അവർ വിളിക്കുമ്പോൾ പലരും ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്, ഇന്നത് എങ്ങനെയാ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറുപടി അയക്കാറുണ്ട്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാറുണ്ട് മിസ്സേ. ആർക്കും വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. കാരണം എനിക്കിങ്ങനെ ആരെങ്കിലൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകുമെന്ന് കേൾക്കുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. ജോയിൻ ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ യെസ് എനിക്ക് ജോയിൻ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു പോയാൽ നമുക്കത് നമ്മൾ അത്രയും നമ്മൾ വേദനിപ്പിക്കില്ല. പക്ഷെ പകുതിക്ക് വന്നിട്ട് ഇത് വർക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്തിരി വിഷമമാണ്. ടഫാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമുക്കതൊരു വിഷമം പോലെ തോന്നുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് മതി ഇതിന്. ഭയങ്കര ഗ്രാമർ, വൊക്കാബുലറി വേണ്ട. സിമ്പിൾ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഇംഗ്ലീഷിലൊന്ന് സംസാരിച്ചു നോക്കും, കുഞ്ഞുങ്ങളോട് പറയാൻ. അത് നമ്മുടെ വീട്ടിലെ 10 വയസ്സിന് താഴെയുള്ള മക്കളുണ്ടോ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരും. കാരണം അവർക്കും സിമ്പിൾ ഇംഗ്ലീഷേ അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവര് നമ്മളെ കളിയാക്കില്ല. കുട്ടികളാവുമ്പോൾ അവർ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കത് ശരിയാവും. അങ്ങനെ മേടിച്ചിട്ടും കുറച്ച് പേര് യൂത്ത് ഇംഗ്ലീഷ് ആണല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതിന്റെ കൂടെ ഇത് പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം. നിങ്ങളൊന്ന് വായിച്ചിട്ട് വരുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആർക്കെങ്കിലും ലീഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ് ഓൾസോ പ്ലീസ്. യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? യെസ്, ഞാൻ സൈൻ ഔട്ട് ഉണ്ട്. Ma'am, thank you, ma'am, for the wonderful class. ഇന്ന് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീനിന്റെ ഡെഫിനേഷൻ എടുത്തു. പിന്നെ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ സമ്മറി പോലെ പറഞ്ഞു തന്നു. പിന്നെ എയിംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ പറഞ്ഞു തന്നു. അത് പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, അതിന്റെ പ്രഷർ ഉണ്ടാവാതിരിക്കുക. പിന്നെ നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂളില് കുട്ടികൾക്ക് വളരെ ഹാർഷായി പെരുമാറുന്ന ടീച്ചേഴ്സ് ഒക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഒരു ഫെയിലിയർ പോലെ തോന്നും. അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ടൊക്കെ അവർക്ക് സൂസൈഡ് ടെൻഡൻസി, അതിനു വേണ്ടിയുള്ള എക്സസൈസസ് ഇതൊക്കെ ഇപ്പോ നടക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ് ഹസ്ന. ബൈ. Okay, thank you, ma'am, for this. Thank you, ma'am. Thank you, ma'am. Bye.